ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ഒരു റിക്വസ്റ്റ് പ്രകാരം പീച്ചിങ്ങാണ് റിച്ച് ഗോഡ് അത് വെച്ചിട്ട് ചട്നി കാണിക്കുകയോ കർണാടകക്കാർ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് കേരളത്തിൽ നിന്ന് ഒരാളുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ആലോചിച്ചു. ഞാൻ അങ്ങനെ പരിചയപ്പെടുന്ന ഒരാളുടെ അടുത്ത് ചോദിച്ചു. അവർ പറഞ്ഞു പല വിധത്തിൽ പല ആൾക്കാരുണ്ടാക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ഞാനൊന്ന് പറഞ്ഞു തരാം, നിങ്ങൾക്ക് അതിന് വേരിയേഷൻസ് വേണമെങ്കിൽ ചെയ്യാമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഇഷ്ടമുള്ള രീതിയിലൊന്ന് ചെയ്യാം. എന്തായാലും അത് ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, അത് ഏതിൻ്റെ കൂടെ, ദോശ, ചോറ്, ചപ്പാത്തി, ഏതിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. പിന്നെ അവരുടെ എല്ലാ കറികളിലും ചട്നിയിലും അവർ കുറച്ച് ജാഗറി ആഡ് ചെയ്യും. ഞാൻ ചിലപ്പോൾ അത് ആഡ് ചെയ്തൊന്നുമില്ല, എനിക്കതിൻ്റെ ടേസ്റ്റ് മധുരം വരുന്നത് എനിക്കിഷ്ടമില്ല. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു പീച്ചിങ്ങ എടുത്തിട്ടുണ്ട്. ഈ പീച്ചിങ്ങ വളരെ ഇളന്താണ്, എടുക്കുമ്പോൾ ഇളന്ത് നോക്കി എടുക്കുന്നതാണ് നല്ലത്. എന്താ വെച്ചാൽ അതിൻ്റെ ആ റിഡ്ജസ് ഉണ്ടല്ലോ, അതിൻ്റെ അരികുകൾ ഇങ്ങനെ ഓരോന്നോരോന്ന് വന്നിട്ടില്ലേ, അത് കുറച്ച് മൂത്തതായാൽ വളരെ കുറച്ച് കഷ്ടമാണ്. അപ്പോൾ അതിനെ മാത്രം റിമൂവ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് വലിയൊരു പീച്ചിങ്ങ ആയതുകൊണ്ട് ഞാനിതിൻ്റെ പകുതിയാണ് എടുക്കാൻ പോകണം കേട്ടോ, മുഴുവനായിട്ടും എടുക്കുന്നില്ല. അപ്പോൾ ഇതിനെ മുറിക്കട്ടെ, ഇനി ഞാൻ മുറിച്ചിട്ട് വയ്ക്കാം. ഞാനിപ്പോൾ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിക്കണം, കുറച്ച് എണ്ണ ഒഴിക്കണം ഞാൻ. ഇതാ, എന്നിട്ട് ആ എണ്ണ ചൂടായിപ്പോൾ ഞാൻ കാണിക്കണുണ്ടോളൂ. കടലപ്പരിപ്പ്, ഇതൊക്കെയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഉഴുന്നപ്പരിപ്പ്, ഈ കടലപ്പരിപ്പിൻ്റെ പകുതി മതി ഉഴുന്നപ്പരിപ്പ്. കുറച്ച് നിലക്കടല ചിലവർ നിലക്കടല മാത്രം, ഇതൊന്നും ഇടാണ്ട് നിലക്കടല മാത്രം ഇട്ടിട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്. കുറച്ച് കറിവേപ്പില, പച്ചമുളകാണ് എരിവിന് ചേർക്കുക കേട്ടോ, വെളുത്തുള്ളി, ഉള്ളി, ഇതെല്ലാം വറുത്തിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് പുളി, കൂടെ തന്നെ വെള്ള എള്ള്, ഇതെല്ലാം ആദ്യം വഴക്കിയിട്ട് ഉള്ളിയും അതിൻ്റെ കൂടെ ഒരു ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ വലിയ ഉള്ളി. അതെല്ലാം കഴിഞ്ഞിട്ടാണ് അവർ ഈ മുറിച്ച റിച്ച് ഗോഡ്, കുറച്ച് തൊലി ഉണ്ടാവും അതിൽ കേട്ടോ. ഇതാ ഇങ്ങനെ മുഴുവനായിട്ട് അങ്ങനെ ചുരണ്ടി എടുത്തിട്ടില്ല. അപ്പോൾ അതെല്ലാം വറുത്ത ശേഷം ഇത് തനിയാണ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി അവർ വഴറ്റണത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ആദ്യം ഉഴുന്നപ്പരിപ്പ്, കടലപ്പരിപ്പ്, ഇത് രണ്ടും ഒന്ന് ചൂടാവട്ടെ. ഇത് നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലവർ തേങ്ങ ചേർക്കുന്നുണ്ട്. എനിക്ക് തേങ്ങ ചേർക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇത് ഒരുപാട് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ തന്നെ കാണും. തേങ്ങ അവർ വളരെ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ തേങ്ങ അപ്പം ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ഇതൊന്ന് തുടുത്ത് വന്നപ്പോൾ ഞാൻ എനിക്ക് പച്ചമുളക്, പിന്നെ നിലക്കടല, കറിവേപ്പില, ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം. ഇതെല്ലാം നല്ലോണം തുടുത്ത് വരുന്നുണ്ട്. കൂടെ തന്നെ ഈ ഉള്ളി, വെളുത്തുള്ളി, ഇതെല്ലാം ഒരുമിച്ച് ആഡ് ചെയ്യാം കേട്ടോ. നന്നായി എല്ലാം ഒന്ന് ചൂടായാൽ മതി, ഒന്ന് നന്നായി സോഫ്റ്റ് ആവും. നിലക്കടല വേണ്ടാന്നുണ്ടെങ്കിൽ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും മാത്രം ഇടാം. ഞാൻ പക്ഷേ എല്ലാം ഇടുന്നുണ്ട്, നിലക്കടലയ്ക്ക് ഒരു മണം തരുമല്ലോ, അപ്പോൾ അതും ഇടുന്നുണ്ട്. ഇതിങ്ങനെ സോഫ്റ്റായി വരുമ്പോൾ ഞാനിതിലേക്ക് ലാസ്റ്റായിട്ട് എള്ളെന്താ അറിയോ, ഓഫ് ചെയ്തിട്ടേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. എള്ള് വേഗം പൊട്ടും, അപ്പോൾ അതിന് ഒരുപാട് ചൂടാവാനുള്ള സമയം വേണ്ട. എള്ള് ഇത് നല്ല ഹെൽത്തിയാണ് കേട്ടോ. ഈ ചട്നി കൂടെ ഞാൻ ഈ പുളിയും ചേർക്കുന്നുണ്ട്, വളരെ കുറച്ച് പുളിയാണ്. പുളി ഒരുപാട് വേണ്ടാത്തവർക്ക് തക്കാളി ചേർക്കുന്നുണ്ട്. അവർ തക്കാളി കട്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. തക്കാളി ഇടുമ്പോൾ അവർ പുളി ഇടുന്നില്ല, പക്ഷെ പുളി ഇടുമ്പോഴാണ് ടേസ്റ്റ്. അതുകൊണ്ട് ഞാനിപ്പോൾ പുളിയാണ് ഇട്ടിരിക്കുന്നത്. ഇതിപ്പോൾ എല്ലാം നന്നായി ഒന്ന് വഴറ്റി വന്നു ഈ ചീനിച്ചട്ടിയുടെ ചൂടിൽ. ഇനി ഇതിനെ ഞാൻ മാറ്റി വെച്ചിട്ട് ഈ റിച്ച് ഗോഡ് ഒന്ന് വറക്കാൻ പോവാണ്.
ഇപ്പോൾ കുറച്ചുകൂടി എണ്ണ ഒഴിക്കുകയാണ്. എന്നിട്ട് ഈ വളരെ കുറച്ച് എണ്ണയിലാട്ടോ ഞാനിത് ചെയ്യണത്. ഈ റിച്ച് ഗോഡ് ഞാൻ കാണിച്ചു, വലിയൊരു റിച്ച് ഗോഡാണ്, അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ഇത് വഴറ്റുമ്പോൾ വളരെ നോക്കിയിട്ട് വഴറ്റണം. എന്താ കാരണം വെച്ചാൽ ഇതിൻ്റെ സ്കിന്നിൻ്റെ ഭാഗം ഹാർഡായിട്ട് തന്നെ ഇരിക്കുകയും വേണം, ഉള്ളു സോഫ്റ്റ് ആവും വേണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരുപാട് ഹൈ ഹീറ്റിൽ അതിനെ കുറച്ച് നേരം നിന്നത് ഇങ്ങനെ വളർത്തണം കേട്ടോ. ഇത് കുറച്ച് എണ്ണ പോരായില്ല, എണ്ണ തീർന്നു. ഇപ്പം ഞാൻ കുറച്ചുകൂടി അതിൽ എണ്ണ ഒഴിച്ചു. എന്താ വെച്ചാൽ കുറച്ച് സോഫ്റ്റ് ആവണമെങ്കിൽ അത് ഡ്രൈ ആയി പോകും. അപ്പോൾ ഇങ്ങനെ നന്നായി ഒന്ന് സോഫ്റ്റ് ആവും. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. അവരിങ്ങനത്തൊക്കെ കണ്ടുപിടിക്കാൻ മന്നന്മാരാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ തൊലി വെച്ചിട്ട് മാത്രം ചെയ്തു അത്രേ. ഈ പീച്ചിങ്ങയുടെ തൊലി അത് എടുക്കുമ്പോൾ തന്നെ അതിലത്തെ ഭാഗങ്ങളൊക്കെ കുറച്ച് കഷ്ടമാണ്. അതിനാ എന്താ പറയുക, നല്ലൊരു എഡ്ജായിട്ടുള്ള തൊലിയാണല്ലോ, റിഡ്ജസ്. അത് വെച്ചിട്ട് അവർ എന്താ പറയണേ, ഈ റിച്ച് ഗോഡിൻ്റെ തൊലിന്ന് നമ്മൾ പറയില്ല, അതിനെ സിപ്പേ, ഈ സിപ്പേ മാത്രം വെച്ചിട്ട് റിച്ച് ഗാർഡ് സിപ്പേ ചട്നി, അത് നന്നായിരിക്കുമെന്ന് എനിക്കറിയില്ല. അവർ പറയണു അതുകൊണ്ടാണ്. ഇപ്പോൾ എൻ്റെ ഇത് നന്നായി ആയി കേട്ടോ. ഞാൻ ഇത് ഓഫ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഉപ്പ് ചേർത്തിട്ട് ഞാനിതിനെ അരയ്ക്കാൻ പോവുകയാണ്. ഒന്ന് ആറണം. ഇത് മാത്രം ഈ വറുത്ത മസാലകൾ, പച്ചമുളക്, ഇതെല്ലാം ഇട്ട് ഇതൊന്ന് തിരിച്ച ശേഷം, ഇത് ഒരുപാട് ഇങ്ങനെ വല്ലാണ്ട് അരയരുത് കേട്ടോ. എല്ലാം അരയണം, പക്ഷേ ഇങ്ങനെ മഷി മരി അരയ്ക്കരുത്. ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർക്കാൻ പോകുന്നത്. ഉപ്പ് ചേർത്തിട്ട് ഇതിനെ ഒന്ന് അരച്ചിട്ട് വരാം. ഇപ്പോൾ ഇത് കോഴ്സായിട്ടൊന്നിങ്ങനെ അരഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിടാൻ പോവാം. ഇപ്പോൾ എൻ്റെ പീച്ചിങ്ങ ചട്നി ഇത് റെഡിയായി. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അവർ പറയണ മാതിരി തന്നെ ഇത് നമ്മൾക്ക് ഉഴുന്ന് പരിപ്പിൻ്റെ മണം, നിലക്കടലയുടെ മണം, എല്ലാത്തിൻ്റെ മണം വരുന്നുണ്ട്. പിന്നെ ഇതിൽ മധുരം ചേർക്കുക എന്ന് പറഞ്ഞാൽ ഈ കന്നഡക്കാർക്ക് എല്ലാറ്റിലും അവർ കുറച്ചൊരു ജാഗറി പീസ് ചേർക്കും. മധുരം ചേർത്തത് നന്നായിരിക്കില്ല. എന്താ കാരണം വെച്ചാൽ ഇതിന് ഒരു വെള്ളമാണല്ലോ ഈ പിച്ചിങ്ങയിലുള്ള അംശം ജാസ്തി, വാട്ടറി. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ശർക്കര ആഡ് ചെയ്യുമ്പോൾ, അപ്പോൾ ഫ്രണ്ട്സ്, ദിസ് ഇസ് അടിപൊളി ചട്നി. ആ പറഞ്ഞവരെന്നോട് ചോദിച്ചവർക്ക് വലിയൊരു താങ്ക്സ്. എന്താ കാരണം വെച്ചാൽ അവർ കാരണം ഞാനിത് തേടിപ്പിടിച്ച് കണ്ടുപിടിച്ച് ചെയ്തു. ഇത് ചപ്പാത്തിയുടെ കൂടെ നന്നായിരിക്കും, നല്ല സോഫ്റ്റ് ചപ്പാത്തിയുടെ കൂടെ, ഓൾസോ ചോറിൻ്റെ കൂടെ, കഞ്ഞിയുടെ കൂടെ, ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് നന്നായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും നമ്മുടെ നാട്ടിലാണെങ്കിലും ഇത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. പീച്ചിങ്ങ നമുക്ക് സുലഭമായി കിട്ടും, ഉണ്ടാക്കാം. അപ്പോൾ ഇനി അടുത്തൊരു റെസിപ്പിയായിട്ട് കാണും വരെ ഇറ്റ്സ് ബൈ ഫ്രം സുധാ മേനോൻ. എല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് കമൻസ് ഇടുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയുക, പറയുന്നതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ പറയുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഇറ്റ്സ് ബൈ ഫ്രം സുധാ മേനോൻ. കൂട്ടുകാരെ, ഇപ്പോൾ പീച്ചിങ്ങ ചട്നി റിച്ച് ഗോഡ് റെഡിയായി. ചപ്പാത്തിയുടെ കൂടെ ഇതെങ്ങനെ ഉപ്പി നല്ല ടേസ്റ്റാണ്. എല്ലാവരും കഴിച്ചോളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ഇറ്റ്സ് ബൈ ഫ്രം സുധാ മേനോൻ.